അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. SKSSF മീഡിയയിലെ നേതാക്കളായ അഡ്മിൻസ്മാർ, അതുപോലെ നല്ലവരായ പ്രവർത്തകർ, അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യട്ടെ. സുന്നത്ത് ജമാഅ എന്ന പ്രോഗ്രാമിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഷഫാഅത്തിന് ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ നഖശിഖാന്തം എതിർക്കുന്നതായിട്ടാണ് പൊതുവെ നമുക്ക് അറിയപ്പെടുന്നത്. എന്നാൽ ഷഫാഅത്ത് അങ്ങനെ എതിർക്കപ്പെടേണ്ടതാണോ? മുജാഹിദുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ ആർക്കും ഒരു ഷഫാഅത്തും ചെയ്യുകയില്ല എന്നല്ലേ തോന്നിപ്പോകുന്നത്? സത്യത്തിൽ അങ്ങനെയാണോ? പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടുത്തെ പുത്തൻവാദികൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആര് ഉണ്ട് എന്ന്. ഈ ആയത്ത് പിടിച്ചുകൊണ്ട് ആർക്കും ഷഫാഅത്ത് ചെയ്യുകയില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ പുത്തൻവാദികൾ പ്രസംഗിക്കുന്നതും എഴുതുന്നതും പ്രചരിപ്പിക്കുന്നതെങ്കിൽ, ഇതേ ആയത്തിലാണ് അവർക്കുള്ള മറുപടി ഇല്ലാ ബിഇദ്നിഹി. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ഷഫാഅത്ത് ചെയ്യാൻ ആർക്കും അധികാരമില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഷഫാഅത്ത് ചെയ്യാൻ അധികാരം ഉണ്ട്. ഈ രണ്ട് ആശയങ്ങളിൽ നിന്ന് ഒരു ആശയത്തെ മറച്ചു വെക്കുകയാണ്. സത്യത്തിൽ ഈ ആയത്ത് ഇറങ്ങിയതും അവതീർണമായതും എന്തിനായിരുന്നു? അവിടെയുണ്ടായ വിഗ്രഹാരാധകർ അവരുടെ വിഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഷഫാഅത്ത് ചെയ്യുമെന്ന അവരുടെ വിശ്വാസത്തെ എതിർത്തുകൊണ്ടായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു 17-ാമത്തെ വാള്യത്തിൽ 84-ാമത്തെ പേജിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. അവരെ ആ വിഗ്രഹാരാധകരുടെ വിശ്വാസമായിരുന്നു ഈ വിഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ, അനുവാദമില്ലാതെ ഷഫാഅത്ത് ചെയ്യും. അതിനെയാണ് ഇവിടെ എതിർത്തത്. അതല്ലാണ്ട് ഒരു ഷഫാഅത്തും ഇല്ല എന്നതിന് അല്ല. ഷഫാഅത്ത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഉണ്ട് എന്നതാണ് മഹാന്മാരായ ഇമാമിങ്ങൾക്ക് പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സ്വഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശർഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും, വഖദ് ജാഅത്തിൽ ആസാറുല്ലത്തി ബലഗത് ബിഉമൂമിയ അത്തവാതുറു ബിസിഹത്തി ഷഫാഅ ഫിൽ ആഖിറ ലിമുദ്നിബിൽ മുഅ്മിനീൻ വഅജ്മഅ അസ്സലഫു സ്വാലിഹ് വമൻ ബഅദഹും മിൻ അഹ്ലി സുന്നത്തി അലൈഹാ. ദാ ഇവിടെ പറയുന്നത്, പാപികളായ ദോഷികളായ മുഅ്മിനുകൾക്ക് വേണ്ടി അന്ത്യനാളിൽ ഷഫാഅത്ത് ഉണ്ടാകുമെന്ന് മുതവാത്തിറായ നബിവചനങ്ങളെ കൊണ്ട്, ഒരുപാട് ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വഅജ്മഅ സലഫു സ്വാലിഹീങ്ങളായ മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ അതിൽ ഐക്യകണ്ഠേനയായിരിക്കുന്നു. വമൻ ബഅദഹും, അവരിൽ നിന്ന് പിൻഗാമികളും സലഫുകളും ഖലഫുകളും ഐക്യകണ്ഠേനയായിരിക്കുന്നു. മിൻ അഹ്ലി സുന്ന, അഹ്ലു സുന്നത്തിൻ്റെ ആളുകളിൽ നിന്ന് സലഫുകളും ഖലഫുകളും ഇവിടെ ഐക്യകണ്ഠേനയായിരിക്കുന്നു. അലൈഹാ, ഷഫാഅത്ത് ഉണ്ട് എന്നതിൻ്റെ മേലിൽ ശർഹ് മുസ്ലിം 1-ാം വാള്യം 104-ാമത്തെ പേജ്. മാത്രവുമല്ല, അതേ ശർഹ് മുസ്ലിമിൽ വീണ്ടും കാണാൻ സാധിക്കും, അശ്ശഫാഅത്തു ഖംസു അഖ്സാം, ഷഫാഅത്ത് 5 ഇനം എന്ന്. ഷഫാഅത്ത് 5 വിധമുണ്ട്. ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകമായത്. മഹ്ശറിലെ ആ ഭീകരതയിൽ നിന്നുള്ള മോചനത്തിനും കണക്ക് പരിശോധന വേഗമാക്കുന്നതിനു വേണ്ടിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകമായ ആ ഷഫാഅത്ത്. അതിനേക്കാണ് ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയപ്പെടുന്നത്. 2, കണക്ക് പരിശോധന നടത്താതെ ഒരു ജനവിഭാഗത്തെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഉള്ളത്. ഇതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3-ാമത്തത്, നരകത്തിന് അർഹരായവർക്ക് വേണ്ടി നടത്തുന്നത്. ഇക്കാര്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്വാലിഹീങ്ങളും ഷഫാഅത്ത് നടത്തും. 4, നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞവർക്കുള്ള ഷഫാഅത്ത്.
മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു മലക്കുകളും അതുപോലെ മറ്റു വിശ്വാസികളും ഇത് നടത്തുമെന്ന് നബി വചനങ്ങളിൽ വന്നിട്ടുണ്ട്. 5 സ്വർഗവാസികളുടെ പദവി ഉയർത്താനുള്ള ഷഫാഅത്ത് മുസ്ലിം 1-ാം വാള്യം 4-ൽ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ചെയ്യും. അതുപോലെ അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളും ഷഫാഅത്ത് നടത്തുമെന്നാണ് ഇവിടെ മുസ്ലിമിൽ വളരെ കൃത്യമായി ഇമാമിങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മങ്കൂസ് മൗലിദിൽ നമ്മൾ ചോദിക്കുന്നു, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. അന്ത്യനാളിൽ പേടിച്ചവരായി നിൽക്കുമ്പോൾ ശ്രേഷ്ഠരും നേതാവുമായ നബിയേ, അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് സൗജന്യമായി നൽകണേ, അങ്ങ് ഹിബത്തായി ഓശാരമായി തരണ നബിയേ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഷഫാഅത്ത് കിട്ടാതെ പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെ നബിയേ. ഈ ഷഫാഅത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലും ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി വീഴും. അപ്പോൾ ഫയുഖാൽ പറയപ്പെടും, യാ മുഹമ്മദ് റഅസക കുൽ തുസ്മഅ സൽ തുഅത ഇശ്ഫഅ തുശഫഅ. ഓ മുഹമ്മദ് നബിയെ, അങ്ങ് തല ഉയർത്തുക, എന്നിട്ട് പറയുക, കേൾക്കപ്പെടും, ശുപാർശ ചെയ്യുക, സ്വീകരിക്കപ്പെടും, ചോദിക്കുക, നൽകപ്പെടും. ഇത് ഷർഹ് മുസ്ലിം 2-ാം വാള്യം 52-ാമത്തെ പേജിൽ കാണാം. ഇശ്ഫഅ തുശഫഅ. നബി തങ്ങൾ പറയുകയാണ്, നബിനോട് അല്ലാഹു പറയും, നിങ്ങൾ ശുപാർശ ചെയ്യുക എങ്കിൽ തുശഫഅ, ആ ശുപാർശ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്ന്. ഇത് ബുഖാരിയിലും ഇതേപോലെയുള്ള ഹദീസുണ്ട്. മാത്രമല്ല ബുഖാരിയിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അങ്ങയുടെ ഷഫാഅത്ത് കൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിജയി ആരാണ് നബിയേ? ഹദീസ് നീണ്ടതാണ്, ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുന്നു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബി. ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾ അസ്അദുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിജയിയാണ്. ബിഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് കൊണ്ട്, എൻ്റെ ശുപാർശ കൊണ്ട് എന്ന്. ഇത് ബുഖാരി 14-ാം വാള്യം 241-ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ചെയ്യുമെന്ന് ഇനിയും ഒരുപാട് ഹദീസുകൾ കാണാമെന്ന് മാത്രമല്ല, മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അനസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് എനിക്ക് അന്ത്യനാളിൽ ശുപാർശ ചെയ്യണേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന ഫായിലുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഷഫാഅത്ത് പ്രവർത്തിക്കും ചെയ്യും. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട സഫാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം പാടുകയാണ്, ഫകുല്ലി ഷഫീഅൻ യൗമ ലാദു ഷഫാഅത്തി സിവാക ബിമുഗ്നിൻ അൻ സവാദ് ഇബ്നു ഖാരിബി. മറ്റൊരു ഷഫാഅത്തില്ലാത്ത ദിവസം നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ നൽകണേ.
ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ഷഫാഅത്തിനുള്ള സഹായ അഭ്യർത്ഥന നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതും അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കിതാബുകളിലുണ്ട് ഈ സംഭവം. ബയ്യക്കി റളിയല്ലാഹു അൻഹു, ഇമാം ബയ്യക്കി ദലായിലുൻ നുബുവയിലും, ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു ഇസ്തിയാബിലും, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലും 7-ാം വാള്യത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹുവിൻ്റെ മുസ്ലിമിലും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഷഫാഅത്ത് നബി തങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം തനി വിഡ്ഢിത്തമാണ്. ഷഫാഅത്ത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നതിന് യാതൊരു രേഖയും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു തന്നത് ഷഫാഅത്ത് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ ഷഫാഅത്ത് ചോദിക്കാൻ കടപ്പെട്ടവരാണ്. നാളെ മഅ്ശറ വൻസബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.